യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ടവരായ മാതാപിതാക്കൾ, സഹോദരി സഹോദരങ്ങളെ, പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾ, എല്ലാ പ്രിയപ്പെട്ടവരെയും വളരെ സന്തോഷത്തോടും പ്രതീക്ഷയോടും കൂടെ ഈ നല്ല ദിവസത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ജാതിമത ഭേദമന്യേ, സഭാവ്യത്യാസമന്യേ നിങ്ങൾ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടാൻ ഇടവരണം. നിങ്ങളുടെ ജീവിതം എല്ലാ അർത്ഥത്തിലും അനുഗ്രഹമുള്ള ഒന്നായി മാറണം. അതിനുവേണ്ടിയാണ് എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്നത്. ഒരു നിമിഷം പ്രാർത്ഥിക്കാം. കർത്താവേ, ഡെയിലി ബ്ലെസ്സിങ്ങിലൂടെ വചനം കേട്ടുകൊണ്ടിരിക്കുന്നവർ, കേൾക്കുന്നവർ സകലരെയും ഇപ്പോൾ അങ്ങയുടെ ബലമുള്ള ശക്തിയുള്ള കരങ്ങളിൽ ഏൽപ്പിച്ചു തരികയാണ്. കേൾക്കുന്ന വചനങ്ങൾ ഞങ്ങളെ തൊടണമേ. കേൾക്കുന്ന വചനങ്ങൾ ഞങ്ങളെ ആശ്വസിപ്പിക്കുക മാത്രമല്ല, ഞങ്ങളെ പൂർണ്ണമായി വിടുവിക്കുന്ന അനുഭവം ഉണ്ടാകണമേ. ഞങ്ങളെ സഹായിക്കുന്ന അനുഭവം ഉണ്ടാകണമേ. ഈ വചനത്തിലൂടെ ഇരുട്ട് മാറി വെളിച്ചം വരുന്നത് പോലെ വലിയ ദൈവികമായ വെളിച്ചം ഞങ്ങളുടെ വ്യക്തി ജീവിതങ്ങളിലും, ഞങ്ങളുടെ ഭവനത്തിലും, ഞങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട ഓരോ കാര്യത്തിലും വന്നു നിറയുവാൻ ഇടവരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇടവരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇടവരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രതീക്ഷയോടെ, പ്രാർത്ഥനയോടെ, വിശ്വാസത്തോടെ നമുക്ക് ഈ വചനം ശ്രദ്ധയോടെ കേൾക്കുവാൻ ഒരുങ്ങാം. ശരീരത്തെയും മനസ്സിനെയും ആ ഭവനത്തെയും നിങ്ങളായിരിക്കുന്ന സ്ഥലത്തെയും സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. നമുക്ക് കേൾക്കാം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങളാണ് ഇപ്പോൾ ശ്രദ്ധിക്കുന്നത്. ഒരു കുഷ്ഠരോഗി സൗഖ്യമാകുന്നതാണ്. യേശു മലയിൽ നിന്ന് ഇറങ്ങി വന്നപ്പോൾ വലിയ ഒരു ജനക്കൂട്ടം അവനെ അനുഗമിച്ചു. അപ്പോൾ ഒരു കുഷ്ഠരോഗി അടുത്തു വന്ന് താണ് വണങ്ങി പറഞ്ഞു, കർത്താവേ, അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയും. വന്നത് കുഷ്ഠരോഗമുള്ള, വളരെ ശാരീരികമായും മാനസികമായും വേദനിക്കുന്ന, വ്രണങ്ങളുള്ള, ദുർഗന്ധമുള്ള ശരീരമുള്ള ഒരാൾ. അതാണ് ആ കാലത്ത് അന്നത്തെ നാട്ടിൽ കുഷ്ഠരോഗികളുടെ ഒരവസ്ഥ. ശരീരത്തിന് മാത്രമല്ല, വേദനയുള്ള മനസ്സ്, ഇതൊക്കെയാണ് കുഷ്ഠരോഗിയുടെ അവസ്ഥ. ആ അവസ്ഥയിലും ആ മനുഷ്യൻ യേശുവിൻ്റെ അടുത്തു വന്ന് താണു വണങ്ങി പറഞ്ഞു, അങ്ങയ്ക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയും. അങ്ങയ്ക്ക് മനസ്സുണ്ടെങ്കിൽ എന്ന് പറഞ്ഞാൽ ഒരു പരിധിവരെ ആ പ്രാർത്ഥനയ്ക്ക് എന്തോ ഒരു പ്രത്യേകതയുള്ളതുപോലെ, എന്നെ ശുദ്ധനാക്കണമേ എന്നല്ല, അങ്ങയ്ക്ക് മനസ്സുണ്ടെങ്കിൽ. നമ്മൾ ചിലരോട് അങ്ങനെ പറയാറുണ്ട്, നിനക്ക് മനസ്സുണ്ടെങ്കിൽ ചെയ്തതാ, മനസ്സുണ്ടെങ്കിൽ ആ പൈസ താ. നമ്മൾ അവസാനം അടുത്ത് കഴിഞ്ഞ് ചിലപ്പോൾ പറയുന്നൊരു വാക്കാണത്. മനസ്സിന് ഞാൻ പറയാൻ വരുന്നില്ല, മനസ്സുണ്ടെത്താ. കുഷ്ഠരോഗി പറയാണ് മനസ്സുണ്ടെങ്കിൽ. ഒരുപക്ഷെ ഇന്ന് പ്രാർത്ഥിക്കുന്ന ഒരുപാട് പേര്, ഞങ്ങൾ ഒത്തിരി പ്രാർത്ഥിച്ചു, ഒരുപാട് വചനങ്ങളൊക്കെ കേട്ടു. ഞങ്ങളുടെ കുടുംബത്തിനകത്ത് ആ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നില്ല, ആ പ്രശ്നം മാറുന്നില്ല, അത് അതേപോലെ നിൽക്കുക. അടുത്ത വാക്യം വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വാക്കാണ്. 4-ാമത്തെ വാക്യം. യേശു കൈ നീട്ടി അവനെ സ്പർശിച്ചുകൊണ്ട് അവനോട് പറഞ്ഞു, അരുളി ചെയ്തു, എനിക്ക് മനസ്സുണ്ട്. അവിടെ ഒന്ന് നിൽക്കുകയാണ്. അവിടെ 2-3 വാക്കുകൾ നമുക്ക് വായിക്കുമ്പോൾ വേഗത്തിൽ വായിച്ചു പോകുമെങ്കിലും ശ്രദ്ധിക്കേണ്ട കുറച്ച് വാക്കുണ്ട്. യേശു പറഞ്ഞൊരു വാക്കുണ്ട്, എനിക്ക് മനസ്സുണ്ട്. നിന്നെ അനുഗ്രഹിക്കാൻ എനിക്ക് മനസ്സുണ്ട്. നിന്നെ സൗഖ്യമാക്കാൻ എനിക്ക് മനസ്സുണ്ട്. അവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു വാക്കാണ്, യേശു കൈ നീട്ടി അവനെ സ്പർശിച്ചു കൊണ്ട് പറഞ്ഞു എന്നാണ്. നമ്മൾ ഒരാളെ കൈ നീട്ടി തൊടുക എന്ന് പറയുന്നത് അതൊരു പ്രത്യേകതയാണ് ആ രീതിയിൽ ചിന്തിക്കുമ്പോൾ. കാരണം ആരെയാണ് യേശു തൊട്ടതെന്ന് അറിയാമോ?
ആരും തൊടാൻ ഇഷ്ടപ്പെടാത്ത ഒരാളെ, ശരീരം മുഴുവൻ രോഗമുള്ള ഒരാളെ, അത്ര വൃത്തിയുള്ള ഒരു അന്തരീക്ഷത്തിലല്ല ഇപ്പോൾ ഉള്ളത്. പക്ഷെ ആ വ്യക്തിയുടെ ആ അവസ്ഥയെ യേശു കൈ നീട്ടി തൊട്ടു. ശരീരത്ത് മുഴുവൻ വേദനയുള്ള വ്രണങ്ങളുണ്ട്. ആ വേദനയുള്ള ശരീരത്തെയാ യേശു തൊട്ടത്. ഞാനിവിടെ ഒരു കാര്യം, എത്ര ചീഞ്ഞാലും എത്ര മനുഷ്യനകറ്റിയാലും ദൈവത്തിന് നിന്നെ കൈ നീട്ടി തൊടാനും നിന്നെ അനുഗ്രഹിക്കാനും നിന്നെ സൗഖ്യത്തിലേക്ക് കൊണ്ടുവരാനും യേശുവിന് ഇഷ്ടമാണ്. യേശുവിന് മനസ്സുണ്ട്. നിന്നെ അനുഗ്രഹിക്കാൻ യേശുവിന് കഴിയും. ഇന്ന് കൈ നീട്ടി തൊടുന്നത് എൻ്റെ നിങ്ങളുടെ ജീവിതങ്ങളെയാണ്. മുറിവേറ്റ ജീവിതങ്ങളാണ്. വേദനിക്കുന്ന മനസ്സോടെ നിൽക്കുന്നവരെയാണ്. തളർന്നു പോയവരെയാണ്. ഇനി എനിക്കൊരു നല്ല കാലമുണ്ടാകുമോ എന്ന് ചിന്തിക്കുന്നവരുണ്ട്. എൻ്റെ രോഗസൗഖ്യമാകുമോ, എൻ്റെ പ്രശ്നങ്ങളിൽ നിന്ന് എനിക്ക് പുറത്തു കിടക്കാൻ പറ്റുമോ എന്ന് ചിന്തിക്കുന്ന, അങ്ങനെയുള്ള വ്രണങ്ങളുമായി കൊണ്ടു നടക്കുന്നവരുണ്ട്. ശരീരത്തിനായിരിക്കില്ല ചിലപ്പോൾ വ്രണം, മനസ്സിനായിരിക്കും. വേദനയുള്ള മനസ്സ്, വല്ലാതെ വിങ്ങുന്ന വേദന. ഇന്ന് ആ വേദനകളിൽ ദൈവത്തിൻ്റെ കരം വന്ന് തൊടുന്നൊരു അനുഭവം ഉണ്ടാകണമേ. യേശുവേ, അങ്ങയുടെ കരം കൈ നീട്ടി ആ കുഷ്ഠരോഗിയെ തൊട്ട പോലെ ഈ കുടുംബത്തെ ഇന്ന് തൊടണമേ. ഈ വ്യക്തിയെ ഇന്ന് തൊടണമേ. ഈ പ്രാർത്ഥനാ നിയോഗത്തെ ഇന്ന് തൊടണമേ. ഇന്ന് എൻ്റെ വേദന ഈ വിഷയത്തിലാണ്. ഇന്ന് എൻ്റെ കഷ്ടത ഈ വിഷയവുമായി ബന്ധപ്പെട്ടതാണ്. ഈ ഒരു കാര്യവുമായി ബന്ധപ്പെട്ട എൻ്റെ ശിരസ് കുനിയാൻ ഇടവന്നത്. ഈ വിഷയത്തിൽ അങ്ങ് കൈ നീട്ടി തൊടണമേ. പ്രിയപ്പെട്ടവരെ, ഇന്ന് പ്രാർത്ഥിക്കാൻ ഒരുങ്ങുമ്പോൾ നിങ്ങളുടെ ഭവനത്തെ, ജീവിതത്തെ, പ്രാർത്ഥന നിയോഗത്തെ എല്ലാം ഒന്ന് ചേർത്ത് വയ്ക്കണം. യേശു കൈ നീട്ടി അതിനെ തൊടും. യേശു കൈ നീട്ടി തൊട്ടുകൊണ്ടൊരു വാക്ക് പറഞ്ഞു, എനിക്ക് മനസ്സുണ്ട്, എനിക്ക് സന്തോഷമാണ്, നിന്നെ ഈ അവസ്ഥയിൽ നിന്ന് പുറത്തു കൊണ്ടുവരാൻ എനിക്ക് സന്തോഷമാണ്, എനിക്ക് മനസ്സുണ്ട്. ഇന്ന് നിങ്ങൾ അനുഭവിക്കുന്ന പ്രയാസത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരാൻ ദൈവത്തിന് മനസ്സുണ്ട്. പലർക്കും മനസ്സുണ്ടാകില്ല. എന്തിനു പറയണ, ഏറ്റവും പ്രിയപ്പെട്ടവർക്ക് പോലും മനസ്സുണ്ടായെന്ന് വരില്ല. പക്ഷെ ദൈവത്തിന് നിന്നെ അനുഗ്രഹിക്കാൻ മനസ്സുണ്ട്, സന്തോഷമാണ്. അടുത്ത വാക്യം, തൽക്ഷണം കുഷ്ഠം മാറി അവന് ശുദ്ധി വന്നു. ഏതു കാര്യത്തിലാണോ വിഷമിച്ചത്, വേദനിച്ചത്, വിറങ്ങലിച്ചത്, സങ്കടപ്പെട്ടത്, അവിടെ ഒരു പെട്ടെന്നൊരു മാറ്റം കടന്നു വന്നു. ദൈവത്തിൻ്റെ കരം തൊടുമ്പോൾ മാറ്റമുണ്ടാകിയാലെന്ന് ചിന്തിക്കുന്ന കാര്യമായിരിക്കാം, അവിടെ പെട്ടെന്ന് മാറ്റങ്ങളുണ്ടാകും. അത് മനുഷ്യൻ്റെ ശക്തി കൊണ്ടും ബുദ്ധി കൊണ്ടും ഉണ്ടാകുന്ന മാറ്റമല്ല, അത് ദൈവത്തിൻ്റെ ശക്തി കൊണ്ടുണ്ടാകുന്ന മാറ്റമാണ്. നിങ്ങൾ വചനം കേട്ടുകൊണ്ടിരിക്കുകയാണല്ലോ, വചനം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. ഇവിടെ പ്രവർത്തിക്കുന്നത് ബുദ്ധി കൊണ്ടുള്ള ശക്തിയല്ല, കഴിവിൻ്റെ ശക്തിയല്ല, വലിയ ആശയങ്ങളുടെ ശക്തിയല്ല, ദൈവവചനത്തിൻ്റെ ശക്തിയാണ് പ്രവർത്തിക്കുന്നത്. ദൈവത്തിൻ്റെ ശക്തിയാണ് പ്രവർത്തിക്കുന്നത്. അതാണ് അത്ഭുതങ്ങൾ ഉണ്ടാകാൻ, അത്ഭുതങ്ങൾ ജനിക്കാൻ കാരണമാകുന്നത്. പ്രാർത്ഥിക്കട്ടെ. കർത്താവേ, ഈ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കുഷ്ഠരോഗി അങ്ങ് കൈ നീട്ടി തൊട്ടതുപോലെ ഈ ജനത്തെ, ഈ കുടുംബത്തെ ഡെയിലി ബ്ലെസ്സിങ്ങിലൂടെ വചനം കേൾക്കുന്നവരെ കൈ നീട്ടി തൊടണമേ. പലരാലും ഒറ്റപ്പെട്ടവരും തകർന്നവരും, ജീവിക്കണോ വേണ്ടയോ എന്ന് ചിന്തിക്കുന്നവർ പോലും ഒക്കെയുള്ളവരുണ്ട്. അങ്ങ് കൈ നീട്ടി തൊടണമേ, കൈ നീട്ടി തൊടണമേ. മനസ്സിന് മുറിവുള്ളവരുണ്ട്, ശരീരം വേദനയുള്ളവരുണ്ട്, കുടുംബസമാധാനമില്ലാത്തവരുണ്ട്, സാമ്പത്തികമായി തകർന്നവരുണ്ട്, മക്കൾ വഴിതെറ്റിപ്പോയല്ലോ എന്നോർത്ത് ഭാരപ്പെടുന്നവരുണ്ട്. അങ്ങ് കൈ നീട്ടി തൊടണമേ, അങ്ങ് കൈ നീട്ടി തൊടണമേ. കർത്താവേ, ശാരീരികമായ അവയവങ്ങൾ വളരെ അസ്വസ്ഥമായിരിക്കുന്നവരുണ്ട്, ഇരുന്ന ഇരിപ്പിൽ വീൽചെയറിൽ ഇരിക്കുന്നവരുണ്ട്, എഴുന്നേക്കാൻ പറ്റാതെ കട്ടിലിൽ തന്നെ കിടക്കുന്നവരുണ്ട്, സ്വന്തമായി ഒന്ന് ടോയ്ലറ്റിൽ പോലും പോകാൻ പറ്റാതെ ആരോഗ്യം തകർന്നവരുണ്ട്, കണ്ണ് കാണത്തില്ലാത്തവരുണ്ട്, ചെവി കേൾക്കത്തില്ലാത്തവരുണ്ട്, ഹൃദയത്തിന് പ്രശ്നമുള്ളവരുണ്ട്, വാൽവിന് പ്രശ്നമുള്ളവരുണ്ട്, കിഡ്നിക്ക് പ്രശ്നമുള്ളവരുണ്ട്,
ക്യാൻസർ രോഗികളുണ്ട്, ഉദരസംബന്ധമായ പ്രശ്നങ്ങളുള്ളവരുണ്ട്, ആക്സിഡന്റ് പറ്റിയവരുണ്ട്. എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുമ്പോൾ ഇന്ന് അങ്ങയുടെ സൗഖ്യമാക്കുന്ന അത്ഭുതം പ്രവർത്തിക്കുന്ന കരം ഇവരെ തൊടാനിടയാകണമേ, ഇവരെ തൊടാനിടയാകണമേ. ഒരു മാറ്റം അവരുടെ ശരീരത്തിൽ ഉണ്ടാകട്ടെ, അവരുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. ഞങ്ങൾ പലരും മുറിവേറ്റവരും മുറിഞ്ഞവരും ചതഞ്ഞവരും വേദന ചുമക്കുന്നവരുമാണ്. സൗഖ്യം നൽകണമേ, ദീർഘായുസ്സും ആരോഗ്യവും തരണമേ, സന്തോഷവും സമാധാനവും തരണമേ, സമ്പത്തും ഐശ്വര്യവും തരണമേ, സൗഖ്യം നൽകണം, വിശ്വാസം തരണം, വചനത്തോടുള്ള ബന്ധം തരണം, ദൈവത്തോടുള്ള ബന്ധം ആഴപ്പെടാൻ ഇടയാകണമേ. ദീർഘായുസ്സും ആരോഗ്യവും ദൈവം നൽകട്ടെ. ദൈവനാമത്തിൽ ആശീർവദിച്ച് പ്രാർത്ഥിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ദൈവം അനുഗ്രഹിക്കട്ടെ. നാളെ നമുക്ക് 5:30 ഒരുമിച്ച് കാണാം. ഈ വെള്ളിയാഴ്ച ഒത്തിരി പ്രാർത്ഥനകൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു ദിവസമാണ്. ദൂരെ നിന്നുള്ളവർക്ക് വരാം, പ്രാർത്ഥിക്കാം. വ്യാഴാഴ്ച വൈകുന്നേരം 5 മണി മുതൽ 9 മണി വരെയും പ്രാർത്ഥനയുണ്ട്, കുർബാനയുണ്ട്. അതോടൊപ്പം തന്നെ വെള്ളിയാഴ്ച ധ്യാനം ആരംഭിക്കുന്നത് 8:30 2 മണി വരെ. ദൂരെ നിന്നുള്ളവർക്ക് വരാം. ബസ് സൗകര്യങ്ങളുണ്ട്, എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. ദൈവം സഹായിക്കട്ടെ. നിയോഗ പ്രാർത്ഥനയ്ക്കായി ഒക്ടോബർ മാസത്തെ നിയോഗ പ്രാർത്ഥനയ്ക്ക് ഒരുങ്ങുകയും ചെയ്യാം. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. നാളെയും 5:30 നമുക്ക് ഒരുമിച്ച് കാണാം, പ്രാർത്ഥിക്കാം. ആമേൻ.